നമുക്ക് സേതുവിന്റെ പല്ലുവേടി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൂർണിമ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അച്ചു വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ, അമ്മ എന്താ ആഹാരം പോലും കഴിക്കാൻ ഇറങ്ങി വരാതിരുന്നേ? എനിക്ക് നല്ല വിശപ്പ് തോന്നില്ല മോളെ. എനിക്കറിയാം മകനും മരുമോളും ഇല്ലാത്തന്റെ വിഷമല്ലേ, അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാതിരിക്കുന്നേ. അങ്ങനെയൊന്നുമില്ല, ആഹാരം കഴിക്കാതിരുന്ന എങ്ങനെ ശരിയാവുന്നേ? മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ. പക്ഷെ പൂർണിമയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴേക്കാണ് അച്ചുവിന്റെ ഫോണിലേക്ക് പല്ലവി വിളിക്കുന്നത്. ആ സമയം അച്ചു പറഞ്ഞു, ഇതേ 100 ആയുസ, മരുമോള് വിളിക്കുന്നുണ്ട്. അങ്ങനെ അച്ചു കോൾ എടുത്തു. ആ പല്ലവേച്ചി എവിടെയാ? ദേ ഞങ്ങൾ റിസോർട്ടിലാ. ഇവിടെ ഒരാളെ ആഹാരം പോലും കഴിക്കാതെ കുത്തിയിരിക്കുക. അതെന്താ? അമ്മയ്ക്ക് ആഹാരം വേണ്ട പോലും. നിങ്ങൾ പോയതിന്റെ സങ്കടം. അമ്മയുടെ കയ്യിലേക്ക് ഫോണൊന്ന് കൊടുത്തേ. അങ്ങനെ പൂർണ്ണിമയുടെ ഫോൺ കൊടുത്തു. അമ്മേ, ആഹാരം കഴിക്കാൻ നോക്ക്. അത് പിന്നെ മോളെ, ആഹാരം കഴിക്കാതിന്റെ കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ സേഫ് ആയിട്ട് എത്തി. ഞങ്ങൾ മുറിയില്ല. ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് സന്തോഷമായി. പൂർണ്ണിമ പറഞ്ഞു, നോക്കി ഇങ്ങോട്ട് നടക്കണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഏറ്റു. അമ്മയ്ക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ഭയവും വേണ്ട. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അപ്പോഴാണ് പൂർണ്ണിമയ്ക്ക് ശരിക്കും ശ്വാസം നേരെ വീണേ. അതിനുശേഷം അച്ചു ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു, അതെ, വീണ് കിട്ടിയ അവസരം നന്നായിട്ട് വിനിയോഗിച്ചോണം. ഓരോ നിമിഷവും എൻജോയ് ചെയ്തോണം. അത് പിന്നെ പറയേണ്ട കാര്യമില്ല അച്ചു. ഞങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അച്ചുവിന് സന്തോഷമായി. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു, കണ്ടില്ലേ, ഭാര്യയും ഭർത്താവും നല്ല എൻജോയ്മെന്റില്ല. അമ്മ ഇവിടെ ആഹാരം കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല. എഴുന്നേറ്റ് വന്ന് ആഹാരം കഴിക്കുക. അതും പറഞ്ഞ് അച്ചു പൂർണ്ണിമ അങ്ങോട്ട് കൈ പിടിച്ചോണ്ട് എഴുന്നേപ്പിച്ച് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും ഇന്ദ്രന്റെ മുറിയിലെ കോളിംഗ് ബെല്ല് അടിച്ചു. ഇന്ദ്രൻ തുറന്നു കഴിഞ്ഞപ്പോൾ റൂം പോയി ഫുഡുമായിട്ട് വന്നിരിക്കുന്ന. അങ്ങനെ അയാൾ അങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, അല്ല ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട് സാർ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അല്ല പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. താൻ ഇവിടെ എല്ലാ റൂമിലും ഫുഡ് കൊടുക്കുന്നേ? ഞങ്ങൾ 3 പേരുണ്ട്. ആ 3 പേരുണ്ടല്ലേ. ഫസ്റ്റ് ഫ്ലോറിൽ ഫുഡ് കൊടുക്കാനോ? ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാ റൂമിലും ഞാനല്ല, ചില റൂമിലൊക്കെ കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണെങ്കിലേ എനിക്കൊരു കാര്യം അറിയണം. അവിടെ സേതുമാധവന്റെ പല്ലവിയുടെ മുറി ഫുഡ് കൊടുക്കാൻ താനാണോ? അത് കേട്ടപ്പോൾ അയാളൊന്നും മിണ്ടിയില്ല. അയാൾ പിന്നീട് ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ, ഞാനാ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളത്തെ അവരുടെ പരിപാടി എന്താണെന്ന് മറ്റോ അറിയാവോ? അപ്പത്തിനും അയാൾ മിണ്ടാതെ നിന്നു. കാരണം അയാളൊക്കെ അത് പറയുകയാണെങ്കിൽ അതിൻ്റെതായ ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടണം. ചുമ്മാ അങ്ങോട്ട് ഓസി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ദ്രന്റെ കാര്യം മനസ്സിലായി. ഇന്ദ്രൻ തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് രൂപ എടുത്ത് അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പെട്ടെന്ന് റൂം പോയി പറഞ്ഞു, സാറേ, നാളെ രാവിലെ അവര് കൈതവനം കാട്ടിലേക്ക് പോകും. കൈതവനത്തേക്കാ? അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അവർ പോകത്തുള്ളൂ. ഓ, അങ്ങനെയാണ് കാര്യങ്ങൾ. ആ ശരി, അന്ന് താൻ പോയിക്കോ. അങ്ങനെ അയാളും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ മനസ്സിൽ ചില കണക്ക് കൂട്ടലുകളൊക്കെ നടത്തുക. ആ സമയം കിളി പോയ അവസ്ഥയെ രാജലക്ഷ്മി വിശ്വം പറഞ്ഞ വാക്കുകൾ രാജലക്ഷ്മിയുടെ കാതിൽ മുഴങ്ങുക. അമ്മേ, ഏട്ടൻ തോക്കുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വെടിവെച്ച് ഇല്ലാതാക്കിയാൽ അമ്മയായിരിക്കും പുറകെ തൂങ്ങേണ്ടി വരുന്നേ. അമ്മയെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അമ്മയാണല്ലോ ഇപ്പോഴാ തോക്കിൻ്റെ ലൈസൻസി. ഏട്ടനെ തിരികെ വിളിച്ച അമ്മയ്ക്ക് കൊള്ളാം. അതൊക്കെ ഓർത്തപ്പോൾ രാജലക്ഷ്മിക്ക് ടെൻഷനായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് രാജലക്ഷ്മി ഇന്ദ്രനെ വിളിച്ചു. എന്താ അമ്മേ, എന്താ ഈ പാതിരാത്രി വിളിച്ചേ? എടാ മോനെ, നീ ആ തോക്കും കൊണ്ട് എന്തിനു പോയതാടാ? ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വേട്ടയാടാനായിട്ട്. എടാ, മൃഗങ്ങളെ വേട്ടയാടിയാൽ മതി കേട്ടോ. അമ്മേ, മൃഗങ്ങളെ വേട്ടയാടിയിട്ട് എന്താവാനാ? ഞാൻ മനുഷ്യനെ വേട്ടയാടാൻ പോന്നെ. അതും ആരെയാന്ന് അമ്മയ്ക്കറിയണോ? ആ സേതുവിനെയും പല്ലവിയെ, അവരെ വേട്ടയാടി പിടിക്കണം. എനിക്ക് അവരെ തീർത്ത് കളയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര മെനക്കെട്ട് ഇവിടം വരെ വന്നിരിക്കുന്നത്. അത് കേട്ടപ്പം രാജേഷ് പറഞ്ഞു, എടാ മോനെ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഇന്ദ്രൻ ആരാ എന്താന്നൊക്കെ രണ്ടിനും ഞാൻ അറിയിച്ചു കൊടുക്കും. അത് കൈതവനം കാട്ടിവെച്ച ഇനി രണ്ടിനും ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനാണ് കളി കളിക്കാൻ പോകുന്നത്. അതും പറഞ്ഞ് ഇന്ദ്രൻ ഗോള് കെട്ടിയതു. രാജേഷ്മിക്ക് പേടിയുണ്ട്, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ പല്ലവി സേതു ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി വന്നു. പല്ലവിയോട് പറഞ്ഞ്, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. പല്ലവി പറഞ്ഞ്, എന്തോ വല്ലാതെ ഇറുക്കി പിടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ലടോ, ആദ്യമായിട്ട് ഇടുന്നോണ്ടാ. കുറച്ചിട്ട് ശീലമാകുമ്പത്തേനും കുഴപ്പമില്ല. ആഹാ, അങ്ങനെയാണെങ്കിൽ സേതു വേണോ? ആ, എനിക്ക് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നില്ല. പിന്നെ ഞാനും അങ്ങനെ ഇതിനു മുമ്പ് ഇട്ടിട്ടില്ലോ, ആദ്യമായിട്ടല്ലേ ഇടുന്നേ. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി പോയി കാറിലേക്ക് കയറുക. ആ സമയം ഇന്ദ്രനോടെ പാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ പാത്തും പതുങ്ങി അവരുടെ വണ്ടിയുടെ പിന്നാലെ പോയി. അതിനുശേഷം പോയി കാറെടുത്തിട്ട് അവരുടെ പിന്നാലെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. പോകുന്ന സമയത്ത് പല്ലവിയോട് സേതു ചോദിച്ചു, തനിക്ക് ബോറടിച്ചു തുടങ്ങിയോ? എന്തിന്? അല്ല, ഇത്ര സമയമല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഓ, അതൊന്നും വലിയ ബോറടിയൊന്നും ഇല്ലെന്നേ. സേതുവേണ്ട എൻ്റെ കൂടെ ഇല്ലേ?
സേതു പറഞ്ഞു, കൈതവനം കാട്ടിലേക്കാ പോകുന്നത്, പേടിയുണ്ടോ? പേടിയുണ്ടോന്ന് ചോദിച്ചാൽ പേടി, അങ്ങനെ പേടിയില്ല. എനിക്ക് പേടിയുള്ള മനുഷ്യന്മാരെയാ. മനുഷ്യന്മാരെയോ? അപ്പൊ വന്യമൃഗങ്ങളെ പേടിയില്ല? ഉം. മൃഗങ്ങളെ അവർക്ക് വിശന്നാൽ മാത്രമേ മറ്റുള്ളവരെ ഇര തേടി പിടിക്കുകയുള്ളൂ. പക്ഷേങ്കില് മനുഷ്യർ അങ്ങനെയല്ല, വിശന്നാലും വിശന്നില്ലേലും മറ്റുള്ളവരെ ആക്രമിക്കും. അത് അവരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ പേടിച്ചാൽ മതി ഏത് കാട്ടിൽ ചെന്നാലും. കാരണം ആ, മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്ന മനുഷ്യന്മാരാണ്. പക്ഷെ മൃഗങ്ങൾ അങ്ങനെയല്ല. നമ്മളെ അധികം നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതെ പല മൃഗങ്ങളും നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് മുതിരില്ല. സൂക്ഷിക്കേണ്ട മൃഗങ്ങളെ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി. സേതു പറഞ്ഞു, കാര്യങ്ങളൊക്കെ നീ പഠിച്ചു വെച്ചേക്കുവാണല്ലോ. അതെ സേതു ഏട്ടാ, കാട്ടിലേക്കല്ലേ നമ്മൾ പോകുന്നേ, അത്യാവശ്യം വേണ്ടുന്ന അറിവും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടേ? അല്ല സേതു ഏട്ടാ, ഇനി കുറച്ച് ദൂരം കൂടെ കാണുമോ? ഏയ്, ഒത്തിരി കാണാൻ ചാൻസ് ഇല്ല, കുറച്ച് ദൂരം മാത്രമേ കാണുള്ളൂ. എന്താ ബോറടിച്ചോ? എൻ്റെ സേതുവേട്ടനോടൊപ്പം ഈ ലോകത്തിന്റെ ഏത് കോണി വെള്ളം വരാൻ എനിക്കൊരുക്കുക. എനിക്ക് യാതൊരു ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ സന്തോഷത്തോടെ അവർ പോവാ. ആ സമയത്ത് പുറകെ ഇന്ദ്രൻ പോകുന്നുണ്ട്. ഇന്ദ്രൻ പറഞ്ഞു, ചെല്ലടാ, ചെന്ന് കയറിക്കൊടുക്ക്. നിന്റെയൊക്കെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞാൽ നീയൊക്കെ പോകുന്നത്. ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നീയൊന്നും ജീവനോടെ ഉണ്ടാകത്തില്ല. ഇന്ദ്രൻ ആരാന്ന് നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ. ഇന്ദ്രന്റെ മനസ്സിൽ അങ്ങനെ ചില ചിന്തകളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇന്ദ്രൻ അവരെ ഫോളോ ചെയ്ത് പോവുക. അതേ സമയത്ത് ശ്രീഹരി രാവിലെ വന്ന് ഓട്ടോറിക്ഷ കഴിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്ക് ഋതു സിറ്റ് ഔട്ടിലേക്ക് വന്നു. ഋതു വന്ന് പത്രം എടുത്തു കഴിഞ്ഞപ്പം ശ്രീഹരി ചോദിച്ചു, അതെന്താ പത്രം എന്തിനാ? പത്രം വായിക്കാനല്ലാതെ പിന്നെന്തിനാ ശ്രീഹരി? പത്രം എല്ലാവരും വായിക്കാനല്ലേ ഉപയോഗിക്കുന്നേ? അതല്ല, ഈ സമയത്ത് പത്രം എടുത്ത് എന്തിനാന്ന് ചോദിച്ചേ. അതെന്താ, ഈ സമയത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞേ പത്രം എടുത്ത് വായിക്കാനെന്ന് പറഞ്ഞല്ലോ. പത്രത്തിനകത്ത് എന്താ ഉള്ളേ? പത്രത്തിനകത്ത് ന്യൂസ് ഉണ്ടെന്ന് ഋതു പറഞ്ഞു. അത് മനസ്സിലായി. പത്രത്തിനകത്ത് ന്യൂസ് എന്താ? 10-20 പേജിൽ അവരെ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താ? കൊലപാതകം, പീഡനം, ബലാത്സംഗം എന്ന് വേണ്ട കുത്തും വെട്ടും കേസുകളെല്ലാം എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നേ. ഇപ്പൊ ഇത് പ്രഗ്നന്റ് അല്ലേ? ഈ പ്രഗ്നൻസി സ്റ്റേജിൽ ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ BP കൂടത്തല്ലേ ഉള്ളൂ. നമ്മുടെ മനസ്സ് രാവിലെ തന്നെ ഇതങ്ങോട്ട് അടിച്ചു കയറ്റി വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് ആ രീതിയിൽ വർക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സിലേക്ക് വേണ്ടാത്ത പല ചിന്തകളും കടന്നു വരും. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് അതിനേക്കാളും നല്ലത് പത്രം വായിക്കാതിരിക്കുന്ന. അല്ല, ഇതൊന്നും ഭർത്താവായി ഇന്ദ്രൻ പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പോഴേക്കും ഋതു പറഞ്ഞു, ജിത്തിന് അതിനെവിടെ സമയം? ജിത്ത് അതൊക്കെ വല്ല കാര്യമായിട്ട് എടുക്കുന്നുണ്ടോ? എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധയില്ല. പിന്നെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിൽ. ആ സമയം ഇന്ദ്രൻ ചോദിച്ചു, അല്ല, ആ സമയം ശ്രീഹരി ചോദിച്ചു, അല്ല, അവൻ മീറ്റിങ്ങിനായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വിളിച്ചോ? വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഏതോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താന്ന് തോന്നേ. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തോ? അല്ല, മീറ്റിംഗ് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് വെക്കുവോ? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. വല്ലാത്തൊരു ടെൻഷൻ ശ്രീഹരിക്ക്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണല്ലോ. ഇനി കൈതവൻകാട്ടിലേക്ക് കാണുവാണോ പോയിട്ടുണ്ടായിരിക്കുക? ശ്രീഹരി മനസ്സിൽ ചിന്തിച്ചു. സേതുവേട്ടനെ പല്ലവി ഇല്ലാതാക്കാനായിട്ട് അയാളായതുകൊണ്ട് പറയാൻ പറ്റില്ല. അയാൾ അതല്ല, അതിലപ്പുറവും ചെയ്യുന്നവനാ. ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അല്ല ശ്രീഹരി, എനിക്ക് ഒരു ഉപകാരം ചെയ്യാവോ? എന്താ? അത് പിന്നെ ആ കാറിനടുത്തേക്ക് കുറച്ച് വെള്ളമൊന്നും എടുത്തു വെച്ച് തരാമോ? എന്തിനാ? അല്ല, എനിക്ക് ആ വണ്ടി ഒന്ന് കഴുകാനായിട്ടാ. ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, ചെക്കപ്പിന് വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സ്വയം കാർ ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് കരുതി. അല്ല, അപ്പം ഇന്ദ്രനും ജിത്ത് വന്നിട്ട് ഇനി എപ്പോൾ പോകാനായിട്ടാ? ജിത്തിനല്ലെങ്കിലും എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെക്കുറിച്ച് ചിന്തയൊന്നുമില്ല. ചെക്കപ്പിനെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവൻ്റെ മനസ്സിൽ ചിന്തയൊന്നുമില്ല. അതുകൊണ്ടാ ഞാൻ കാറ് കഴിക്കോളാം. അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു, ആഹാ കൊള്ളാം, ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കാറ് കഴുകാനായിട്ടാ? അതൊന്നും ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞു. അത് ശ്രീഹരിക്ക് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? ഈ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന കുഞ്ഞതിഥിക്ക് വേണ്ടിയിട്ടല്ലേ, ആ കുഞ്ഞതിഥിയുടെ ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ടല്ലേ? അപ്പം പിന്നെ ഞാൻ കഴുകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ ഋതുവിന് സന്തോഷമായി. തൻ്റെ കാര്യത്തിൽ ശ്രീഹരിക്ക് പോലും ഇത്ര ടെൻഷനും കാര്യങ്ങളും ശ്രദ്ധയൊക്കെ ഉണ്ടല്ലോ എന്ന് ഋതുവിൻ്റെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോഴേക്കും പൂർണ്ണിമ അങ്ങോട്ട് വന്ന് ചായ കുടിച്ചിട്ട് പറഞ്ഞു, എന്നാ മോളെ ചായ കുടിക്കുക. അല്ല, ഇതെന്തിനാ ഇവരെ കൊണ്ട് കാറ് തുടപ്പിക്കുന്നേ? അത് ചെക്കപ്പിന് പോകാനായിട്ടാമേ. ഓ അങ്ങനെയാണല്ലേ. ജിത്ത് ഇവിടെ ഇല്ലല്ലോ. അപ്പോഴേക്കാണ് അച്ചു സന്തോഷത്തോടുകൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അച്ചു വരുമ്പം കാണുന്ന കാഴ്ച ഋതുവിൻ്റെ കാറ് വാഷ് ചെയ്തുകൊണ്ടിരിക്കണേ ശ്രീഹരിയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ അച്ചുവിന് സഹിച്ചില്ല. അച്ചു വല്ലാത്തൊരു വീർപ്പ് മുട്ടലോടുകൂടി അതിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.